കെ.ടി. രവിയുടെ MLA എന്ന നാടകം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ അഭിനയിക്കുകയായിരുന്ന വിലാസിനിയെ കാണാൻ MT വാസുദേവൻ നായരും PN മേനോനും എത്തുന്നത്. അടുത്ത സിനിമയിൽ വിലാസിനിക്കൊരു വേഷമുണ്ടെന്ന് പറഞ്ഞത് MT ആണ്. പിന്നീട് കുറെ കാലത്തിനു ശേഷം വിലാസിനിയുടെ ഭർത്താവ് ഇഗ്നേഷ്യസ് ജോലി ചെയ്തിരുന്ന വളാഞ്ചേരിയിലെ തീപ്പെട്ടി കമ്പനിയിലെ ലാൻഡ് നമ്പറിലേക്ക് ഒരു ദിവസം ഒരു ഫോൺ വന്നു. ഉടൻ കോഴിക്കോടെത്താൻ ആവശ്യപ്പെട്ട് വിലാസിനിയും ഇഗ്നേഷ്യസും നടക്കാവിൽ MTയുടെ വീട്ടിലെത്തി. PN മേനോനും MTയും കഥാപാത്രത്തെക്കുറിച്ച് വിവരിച്ചു. കരാറിൽ ഒപ്പിട്ടു. അങ്ങനെയാണ് വിലാസിനി കുട്ടിയടത്തി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ എടക്കുളം വീട്ടിൽ ജോസഫിന്റെയും അന്നമ്മയുടെയും 5 മക്കളിൽ 4ാമതായാണ് വിലാസിനി ജനിച്ചത്. ബ്രോണി എന്നായിരുന്നു ഇവരുടെ ശരിയായ പേര്. പിന്നീട് നാടകരംഗത്ത് സജീവമായപ്പോഴാണ് ഇവർ വിലാസിനി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പ്രേംജിയുടെയും KT മുഹമ്മദിന്റെയും വാസുപ്രദീപിന്റെയും നാടകങ്ങളിലെ സ്ഥിരം നടിയായിരുന്നു വിലാസിനി. തച്ചോളി ഒതേനൻ, കടൽപ്പാലം, കുഞ്ഞാലിമരയ്ക്കാർ തുടങ്ങിയ സിനിമകളിൽ മുഖം കാണിച്ചെങ്കിലും കുട്ടിയടത്തി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് ഇവർ അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് സിനിമാ ലോകത്ത് ഇവർ കുട്ടിയടത്തി വിലാസിനിയായി മാറുകയും ചെയ്തു. ചിലപ്പോൾ ഒരു സിനിമയുടെ പേര് മുൻവാലായി ചേർക്കപ്പെട്ട് വിളിക്കപ്പെടുന്ന മലയാളത്തിലെ ഏക നടിയും ഇവരായിരിക്കാം. കുട്ടിയടത്തി മലയാള സിനിമയിലെ ധീരമായ ഒരു പരീക്ഷണമായിരുന്നു. വാണിജ്യപരമായി നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ടായിരുന്നിട്ട് പോലും അത് സിനിമയാക്കണമെന്ന് PN മേനോൻ ആഗ്രഹിച്ചു. 1971 ഫെബ്രുവരി 26-നാണ് ഈ സിനിമ റിലീസായത്. കുട്ടിയടത്തിയിൽ ജാനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജയഭാരതിയാണ്. പ്രേംനസീർ, സത്യൻ, മധു, KP ഉമ്മർ തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക നായകന്മാരുടെയും നായികയായി അഭിനയിച്ചിരുന്നു അപ്പോഴേക്കും അവർ. അങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് PN മേനോൻ MT കൂട്ടുകെട്ടിന്റെ കുട്ടിയടത്തിയിൽ അഭിനയിക്കാൻ ജയഭാരതി എത്തുന്നത്. പക്ഷേ നായികയല്ല, കുട്ടിയടത്തിയുടെ അനിയത്തി. സമയം കിട്ടുമ്പോഴൊക്കെ കുട്ടിയടത്തിയെ കളിയാക്കുന്ന, വേദനിപ്പിക്കുന്ന കുട്ടിയടത്തിയുടെ അനിയത്തി. പ്രതിനായിക ഛായയുള്ള കഥാപാത്രം. രാമു കാര്യാട്ടിന്റെ 7 രാത്രികളിലൂടെ നായകനായി എത്തിയ ജേസിയാണ് ജയഭാരതിയുടെ ജോഡി. MT വാസുദേവൻ നായർ 1961 എഴുതിയ കഥയിൽ കഥാകാരന്റെ ആത്മാംശമുള്ള വാസു ജാനുവിനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. ജാനുവിടത്തിയെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്. നീലിച്ച ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടകൾക്ക് വാഴക്കൂമ്പിന്റെ മിനുപ്പുണ്ട്. അവർ അടുത്തു വരുമ്പോൾ ചന്ദന സോപ്പിന്റെ മണമുണ്ട്. എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസുമൊക്കെ വെളുവെളെ തെളിഞ്ഞിരിക്കും. അപ്പോ കുട്ടിയടത്തിയോ? കുട്ടിയടത്തി കറുത്തിട്ടാണ്. ജാനുവേടത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ട് കണ്ണെഴുതാം. ചിരിക്കാതിരിക്കുമ്പോഴും വലിയ 2 പല്ലുകളുടെ അറ്റം പുറത്തു കാണും. അവരുടെ കൈത്തണ്ടയിൽ പിടിക്കുമ്പോൾ ഉണങ്ങിയ വിറകുകൊള്ളിയിൽ പിടിക്കുന്നത് പോലെ. എന്തൊരു പരുപരുപ്പാണ്. കറുത്ത പുള്ളിയുള്ള ജാക്കറ്റാണ് നിത്യവും കാണുക. നിറയെ അഴുക്കുണ്ടാവും. മുണ്ടിൽ മണ്ണും കരിയും. അടുത്തു വരുമ്പോൾ വിയർപ്പിന്റെയും എണ്ണയുടെയും നനച്ചു നിവർത്തിയിടാതെയിട്ട ഈറൻ തുണിയുടെയും മണമുണ്ട്. ഒക്കാനം വരും. അങ്ങനെയുള്ള കുട്ടിയടത്തിയെ അവതരിപ്പിക്കാൻ MTയും PN മേനോനും കണ്ടെത്തിയ നടിയാണ് വിലാസിനി. ഓളവും തീരവും എന്ന സിനിമയ്ക്ക് ശേഷം MTയും PN മേനോനും ഒന്നിച്ച സിനിമയായിരുന്നു കുട്ടിയടത്തി. മികച്ച ചിത്രം, സംവിധായകൻ, സഹനടി, ഛായാഗ്രഹണം, സംഭാഷണം എന്നീ പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും കരസ്ഥമാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ച സിനിമയായിരുന്നു ഓളവും തീരവും. പുരസ്കാര നേട്ടം പക്ഷേ PN മേനോനെ തുണച്ചില്ല. പുതിയ പ്രൊജക്ടുകൾ ഒന്നും ഒത്തുവന്നില്ല. ഒരു ദിവസം MTയുമായുള്ള സംസാരവേളയിൽ കുറെ കാലമായി തന്നെ വിടാതെ പിന്തുടരുന്ന കുട്ടിയടത്തിയെക്കുറിച്ച് PN മേനോൻ പറഞ്ഞു. പക്ഷേ MT നിരുത്സാഹപ്പെടുത്തി. നേരത്തെ പലരും കുട്ടിയടത്തി സിനിമയാക്കാൻ സമീപിച്ചിരുന്നുവെങ്കിലും സുന്ദരിയല്ലാത്തവളെ നായികയാക്കിയാൽ സംഭവിച്ചേക്കാവുന്ന ബോക്സ് ഓഫീസ് പരാജയം മുൻകൂട്ടി കണ്ട് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ മലയാള സിനിമയിലെ കലാപകാരിയായ ആ ചലച്ചിത്രകാരൻ പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. സുഹൃത്തായ MB പിഷാരടിയോടൊപ്പം കുട്ടിയടത്തി നിർമ്മിക്കാൻ തയ്യാറാവുകയായിരുന്നു. എന്നാൽ MT പറഞ്ഞതു തന്നെ കുട്ടിയടത്തിക്ക് സംഭവിച്ചു. സിനിമ റിലീസ് ചെയ്യാൻ വിതരണക്കാർ എത്തിയില്ല. ഒടുവിൽ നടൻ സത്യൻ ഇടപെട്ടാണ് 1971 ഫെബ്രുവരി 26-ന് ചിത്രം തിയേറ്ററിൽ എത്തിയത്. സത്യൻ തന്റെ അവസാനകാലത്ത് അഭിനയിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു കുട്ടിയടത്തി. കുട്ടിയടത്തിയെ ഇഷ്ടപ്പെടുന്ന അപ്പുണ്ണി എന്ന കീഴ്ജാതിക്കാരനായ തൊഴിലാളിയായാണ് സത്യൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. സത്യന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് അപ്പുണ്ണി. ഉള്ളിൽ സ്നേഹവും പ്രണയവും കലയും കൊണ്ടു നടക്കുന്ന പരുക്കനായ തൊഴിലാളി. തന്നെ കാണാൻ തന്റെ കുടിലിലേക്ക് വന്ന കുട്ടിയടത്തിയോട് അപ്പുണ്ണി പറയുന്നുണ്ട്, ലോകത്ത് പുരുഷനും സ്ത്രീയും എന്ന 2 ജാതികൾ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം വെറുതെയാണ്. സാമ്പത്തിക ഞെരുക്കം കാരണം സംശയിച്ചാണ് PN മേനോൻ സത്യനെ കാണാൻ മദ്രാസിലെത്തിയത്. എന്നാൽ ഞാൻ അപ്പുണ്ണിക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് സത്യൻ പറഞ്ഞത്. രക്താർബുദ
വാദം ഗുരുതരമായ അവസ്ഥയിലായിരുന്നു സത്യൻ കുട്ടിയെടത്തിയിൽ അഭിനയിക്കാൻ എത്തിയത്. ആ ദിവസങ്ങളെക്കുറിച്ച് PN മേനോൻ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി: സത്യന് ദിവസവും രക്തം വേണം. വൈകുന്നേരങ്ങളിൽ ലോഡ്ജിൽ ഡോക്ടറെ ഏർപ്പാടാക്കി. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ രക്തം നൽകും. ഒരു വലിയ നടൻ ആട്ടിൻകുട്ടിയെപ്പോലെ ബെഡിൽ തളർന്നു കിടക്കുന്നു. ഇതിന്റെ അപ്പുണ്ണിയോ? എടപ്പാളിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ്. 15 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി. ജയഭാരതി എന്ന വെളുത്ത സുന്ദരിയെ പ്രതിനായിക സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തിൽ നിർത്തിക്കൊണ്ട് ചെവിയുടെ കീഴെ തൂങ്ങിക്കിടക്കുന്ന മാംസമണിയുള്ള കറുത്ത, വേണമെങ്കിൽ ആണത്തം മുഖമുദ്രയായി കൊണ്ടു നടക്കുന്ന കുട്ടിയെടത്തിയെ വിലാസിനിയിലൂടെ അവതരിപ്പിച്ചതിലൂടെ MTയും PN മേനോനും സിനിമാ ലോകത്ത് അതുവരെ അംഗീകരിക്കപ്പെട്ട സൗന്ദര്യ സങ്കല്പങ്ങളെ തകർത്തെറിയുകയായിരുന്നു. വെളുത്തവൾ വഴിതെറ്റിപ്പോകുമ്പോൾ പഴി കേൾക്കുന്നതും മർദ്ദനമേൽക്കുന്നതും കറുത്തവൾക്കാണ്. അവളുടെ ഉള്ളിലെ സ്നേഹവും പ്രണയവും കുട്ടിത്തവും വാത്സല്യവും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന മുഹൂർത്തങ്ങളാണ് കുട്ടിയെടത്തിയെ ഇന്നും മികച്ച കാഴ്ചാനുഭവമാക്കി മാറ്റുന്നത്. വിലാസിനിയെ കൂടാതെ ശാന്താദേവി, അവരുടെ മകൻ മാസ്റ്റർ സത്യജിത്ത്, നിലമ്പൂർ ബാലൻ, കുതിരവട്ടം പപ്പു, ബാലൻ K നായർ തുടങ്ങിയവരും ഈ ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഭഗവതിക്കാവിലെ വേലയോട് കൂടിയാണ് സിനിമ തുടങ്ങുന്നത്. മുകളിലേക്കും താഴോട്ടും ചലിപ്പിക്കുന്ന തിത്തേരിക്കുടകളിലും ആണും പെണ്ണും വട്ടത്തിൽ ചുവടിട്ട് ചെയ്യുന്ന ആട്ടത്തിലുമാണ് സിനിമ തുടങ്ങുന്നത്. പശ്ചാത്തലത്തിലെ ഭരണിപ്പാട്ടും കോമരങ്ങളും മുടിയഴിച്ചുള്ള ആട്ടവും കൈകൊട്ടിക്കളി, കഥകളി, മോഹിനിയാട്ടം തുടങ്ങി നാടോടിക്കലകളും ക്ലാസിക് കലാരൂപങ്ങളെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികതയോടെ ആഖ്യാനത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് PN മേനോൻ. മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരമായ ടൈറ്റിൽ ഡിസൈനുകളിൽ ഒന്നാണ് കുട്ടിയെടത്തി എന്ന എഴുത്ത്. സ്വതവേ ആൺതാരങ്ങളുടെ പേരുകൾ കാണിച്ചതിനു ശേഷം നടിമാരുടെ പേര് എഴുതി കാണിക്കുന്ന കീഴ്വഴക്കം PN മേനോൻ തെറ്റിക്കുന്നുണ്ട് ഈ സിനിമയിൽ. വിലാസിനി, ജയഭാരതി, ഫിലോമിന, ശാന്താദേവി, അമ്മിണി എന്നീ പേരുകൾ കഴിഞ്ഞാണ് ടൈറ്റിലിൽ സത്യന്റെ പേര് പോലും കാണിക്കുന്നത്. പ്രശസ്ത ഗായകൻ കോഴിക്കോട് അബ്ദുൾ ഖാദറിന്റെയും ശാന്താദേവിയുടെയും മകനായ സത്യജിത്തിന്റെ വാസു എന്ന കഥാപാത്രമാണ് കുട്ടിയെടത്തിയിലെ നായികയോളം പ്രാധാന്യമുള്ള കഥാപാത്രം. MTയുടെ കഥയിലെ ആഖ്യാതാവ് ഈ കഥാപാത്രമാണ്. വാസുവിന്റെ കണ്ണിലൂടെയാണ് MT കഥ പറയുന്നത്. ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പുലരുമ്പോൾ ഒരു നിലവിളി കേട്ട് ഞെട്ടിത്തെറിച്ചാണ് ഞാൻ ഉണർന്നത്. കണ്ണുതിരുമി നിവർന്നപ്പോൾ അമ്മയും വലിയമ്മയും നെറുകയിൽ കൈവച്ച് നിലവിളിക്കുന്നു. ജാനുവെടത്തിയുമുണ്ട്. വലിയമ്മയെ കെട്ടിപ്പിടിച്ചു കരയുന്നു. ഭയപ്പാടോടെ ഞാൻ നോക്കി. അപ്പോൾ നടപ്പുരയുടെ ഉത്തരത്തിൽ ഒരു കയറിൻ തുമ്പത്ത് കുട്ടിയെടത്തിയുടെ ശരീരം ആടുകയായിരുന്നു. എന്നാൽ PN മേനോന്റെ സംവിധാന കൗശലം തെളിയിക്കുന്നതായിരുന്നു ഈ സിനിമയിലെ അവസാന രംഗം. കിടക്കപ്പായിൽ കുട്ടിയെടത്തിയെ കാണാതെ തിരഞ്ഞു പോകുന്ന വാസു ഒടുവിൽ അവരെ കണ്ടെത്തുന്നത് അവർ ഇരുവരും അലഞ്ഞു നടക്കാറുള്ള പറമ്പിലെ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന നിലയിലാണ്. കുട്ടിയെടത്തിയെ നമ്മൾ ആദ്യം കാണുന്നതും ഒരു മരച്ചില്ലയിലാണ്, മരം കയറി പെണ്ണായി. സിനിമയുടെ തുടക്കത്തിൽ കുട്ടിയെടത്തി എന്ന ടൈറ്റിൽ ദൃശ്യമാകുന്നതിന് മുൻപ് വാസുവിന്റെ ഓട്ടം നിൽക്കുന്നത് കുട്ടിയെടത്തിയുടെ നിശ്ചല ചിത്രത്തിലാണ്. ആകാശത്ത് ഒരു കറുത്ത പക്ഷി പറന്നകലുന്ന ദൃശ്യം ഫ്രീസാകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്.